ഫുൾ കോടയാണ് കേട്ടോ പോകുന്ന വഴി മൊത്തം. അടിപൊളി വ്യൂവും മൊത്തത്തില് മൂടൽ മഞ്ഞാണ്. കിട്ടിയില്ലാൻ റൂട്ട്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് മെഹനുവിൻ്റെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ. സോളോ യാത്ര വേറെ ഫീലിംഗ് ആണ്, എൻ്റെ ഭാര്യയുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ വേറൊരു ഫീലിംഗ് ആണ്. എൻ്റെ ഫ്രണ്ടിൽ നോക്കി കൂളായിട്ട് നടന്നു പോണ ആള് നോക്കി. മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഷിംല. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പിറ്റേ ദിവസമായി. ഞങ്ങൾ ഇപ്പോൾ ഷിംലയിൽ സമ്മർ ഹിൽസിലാണ്. സമ്മർ ഹിൽസിൽ നിന്ന് ഷിംലയ്ക്ക് പോവാണ്. അതായത് ഷിംല മാൾ റോഡ്. ഇതൊന്ന് നോക്കി ഫുൾ കോടയാണ് കേട്ടോ. ഇന്നലെ നല്ല രീതിയിൽ മഴ പെയ്തു. അപ്പോൾ ഇതാണ് സമ്മർ ഹിൽസ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ഇന്നലെ കാണിച്ചിട്ടുണ്ടാവും, പക്ഷെ ഇന്നലെ ഇത്രയും ഫോഗും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ വൈകുന്നേരമാണ് വന്നത്. ഇന്ന് രാവിലെ നല്ല രീതിയിൽ മഴയുണ്ടായിരുന്നു, അതിൻ്റെ ഫോഗാണ് കാണുന്നത്. എന്തായാലും 2 ദിവസം കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഷിംലയിൽ സ്നോഫാൾ വീഴാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഷിംലയ്ക്ക് പോവാം. ഗൂഗിൾ പേ 16. അപ്പോൾ നമുക്ക് ഷിംലയ്ക്ക് ടിക്കറ്റ് വരുന്നത് 30 രൂപയാണ്. 2 പേര് കൂടി 60 രൂപ സമ്മർ ഹിൽസിൽ നിന്ന്. ഇവിടെ റിട്ടയറിംഗ് റൂമും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതൊക്കെ അടച്ചിട്ടേക്കാണ് കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിൽ മഴയും കാര്യങ്ങളെല്ലാം ഉണ്ട്. തണുപ്പ് നല്ല രീതിയിലിട്ട് രസമാട്ടോ. നല്ലൊരു ഫീൽ ഉണ്ട്. എങ്ങനെയുണ്ട് ഇതൊക്കെ കാണുമ്പോൾ എന്താണ് ഓർമ്മ വരുന്നത്? വല്ല സിനിമകള് ഓർമ്മ വരുന്നത്. നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത് ഒരു ടോയ് ട്രെയിൻ വന്നിട്ടുണ്ട്. അത് ഷിംലയിൽ നിന്ന് കൽക്കയ്ക്ക് പോകുന്ന ടോയ് ട്രെയിനാണ് കേട്ടോ. കണ്ട, കൽക്ക ഷിംല ടോയ് ട്രെയിൻ. ഇത് അടിപൊളിയാണ് കേട്ടോ. ഇതൊരു 4 hours എങ്കിലും പിടിക്കും എത്താൻ. ഇതെന്തായാലും ഒരു 1 time എക്സ്പീരിയൻസ് ആണ് ലൈഫിൽ. നിങ്ങൾ ഹിമാചൽ വരുന്നുണ്ടെങ്കിൽ കൽക്ക കയറി ഷിംലയിലേക്ക് എന്തായാലും വരണം. വേറെ തന്നെ ലെവലാണ്. നിങ്ങൾ വെതർ അനുസരിച്ച് വരാണെങ്കിൽ അത് അത്രയ്ക്കും എളുപ്പമാണ്. എന്ത് രസമൊക്കെ. ഈ സമ്മർ ഹിൽസ് എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ, ഇത് HP യൂണിവേഴ്സിറ്റിയുടെ ഏരിയ ആണ് കേട്ടോ. ഇതൊക്കെ യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ മുകളിൽ കാണുന്നത്. ഇതൊക്കെ യൂണിവേഴ്സിറ്റിയാണ് ഫുള്ളും. അപ്പോൾ യൂണിവേഴ്സിറ്റിയിലെ പിള്ളേരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട്. ലേറ്റ് ആട്ടോ, ഒരു 15 minute ലേറ്റ് ആണ്. ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ല ഇവിടെ നിർത്തും. യെസ്, ഇതെൻ്റെ ഏരിയ ആക്ച്വലിയ. അപ്പോൾ നമുക്ക് കയറാം. ഇതാരുടെയാണെന്ന് അറിയില്ല. ഇത് സ്ലീപ്പറും കാര്യങ്ങളാണ്. കുഴപ്പമില്ല, വിഷയമില്ല, കുഴപ്പമില്ല. നെക്സ്റ്റ് സ്റ്റേഷൻ അല്ലേ. അങ്ങനെ നമ്മളിവിടുന്ന് പുറപ്പെട്ടു. ഷിംല ഒരു 20 minutes യാത്ര മാത്രമേ ഉള്ളൂ ഇവിടുന്ന്. ഇവിടെ മെഹനുണ്ട്. മെഹനു, അപ്പോൾ ഇതാണ് സമ്മർ ഹിൽസ്, നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. ടാറ്റാ. അപ്പോൾ നമ്മൾ തുരങ്കത്തിലേക്ക് പോവാണ് കേട്ടോ. ഫുൾ കോടയാണ് കേട്ടോ പോകുന്ന വഴി മൊത്തം. അടിപൊളി വ്യൂവും മൊത്തത്തില് മൂടൽ മഞ്ഞാണ്. കിട്ടിയില്ലാൻ റൂട്ട്. അങ്ങനെ നമ്മൾ ഷിംല റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. മൊത്തം ഫോഗാണ്. എൻ്റെ പൊന്നെ, ഒന്നും കാണാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി തന്നെ ഞങ്ങൾ മണാലിക്ക് പോകും. 2 ദിവസം കൂടി നിന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ എന്തായാലും സ്നോഫാൾ ഉണ്ടാവും. ഷിംല റെയിൽവേ സ്റ്റേഷൻ ഇതാട്ടോ. ഈ കൽക്ക ഷിംല ടോയ് ട്രെയിനിൽ കൽക്കയിലും പിന്നെ ഷിംലയിലാണ് നല്ല റെയിൽവേ സ്റ്റേഷൻസ് ഉള്ളത്, കുറച്ചുകൂടിയും ഡെവലപ്ഡ് ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം ഒരു വിൻറ്റേജ് സെറ്റപ്പാണ്. നല്ല രസമുണ്ട് കേട്ടോ. വൃത്തിയും കാര്യങ്ങളെല്ലാം ഉണ്ട് അവിടെ. അങ്ങനെ നമ്മൾ ഫൈനലി റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അടിപൊളി. ഈ ഷിംല റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ആദ്യമായിട്ട് വരണം. ഞാൻ എപ്പോഴും വരുമ്പോൾ സമ്മർ ഹിൽസിൽ ഇറങ്ങാം. ഞാൻ അവിടെയാണല്ലോ താമസിക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് മെഹനു കൽക്ക ഷിംല ടോയ് ട്രെയിനിൽ കയറണേ. അതും അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നമ്മൾ നിസ്സാര പോയിട്ടുള്ളൂ. ലൈക്ക് ഒരു 15 minute ട്രാവൽ ചെയ്തിട്ടുള്ളൂ. കാരണം സമ്മർ ഹിൽസിൽ നിന്ന് ഷിംലയ്ക്ക് മാത്രമേ വന്നുള്ളൂ. നമ്മൾ കൽക്കയിൽ നിന്ന് എടുത്തില്ല, കാരണം നമുക്ക് ടിക്കറ്റ്സ് കിട്ടിയില്ല. നമ്മൾ വിചാരിച്ച പോലെ ട്രെയിനും ഉണ്ടായിരുന്നില്ല. ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ടോയ് ട്രെയിനിൽ പോവാന്ന് പറഞ്ഞേ. എങ്ങനെയുണ്ടായിരുന്നു?
ഇങ്ങനെ പുക വർത്തി വരുന്ന ട്രെയിനൊക്കെ ഇല്ലേ, പണ്ടത്തെ ഒരു വിൻഡേജ് സെറ്റപ്പ്. അത് റെയിൽവേ സ്റ്റേഷൻ ആയാലും ട്രെയിൻ ആയാലും പോകുന്ന വഴിയൊക്കെ ആയാലും നല്ല രസമുണ്ട്. മഞ്ഞും ഇതൊക്കെ അവിടെയൊക്കെ എന്തോരം കോടയാന്നറിയാം, മലകളാ വരുന്ന വഴി നല്ല രസമുണ്ടായിരുന്നു. ഇത് എക്സ്പീരിയൻസ് ചെയ്തില്ലെങ്കിൽ നഷ്ടമായി. ശരിക്കും മറ്റുള്ളവരുടെ അടുത്ത് എന്താ പറയാനുള്ളത്? ഇതാണ് റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോം. അതിന്റെ തൊട്ടപ്പുറത്ത് കണ്ട ഇപ്പൊ ഫുൾ മൂടലായിരുന്നു. ഇപ്പൊ കോട മാറി മാറി വന്നോണ്ടിരിക്കും. എന്ത് രസമാന്ന് പറയും കാണാൻ. അങ്ങനെ നമ്മള് പുറത്തേക്ക് കിടക്കാം കേട്ടോ. ഷിംല റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് തന്നെ മാൾ റോഡ് കാണാൻ വേണ്ടി വന്നേക്കുന്നതാണ്. ശരിക്കും ഐസ് നമുക്ക് എത്രയും വേണമെങ്കിലും ഇതാക്കാം, പക്ഷെ കാറ്റും ചെറിയ അതായത് ഐസ് വരണേക്കാൾ മുമ്പുള്ള ഒരു മൂടൽ മഞ്ഞും കാറ്റും മഴയും അത് നമുക്ക് വിചാരിക്കണ പോലെയല്ല. ഐസിൽ നമുക്ക് അത്രയ്ക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇത് അവിടെ നിന്ന് ഫോഗ് പൊന്തണ നോക്കിയേ, എന്ത് സ്പീഡിലാന്ന് നോക്കിയേ. മുകളിലേക്ക് വരാം. ഇനി അവിടെ മൊത്തം മൂടും. നമ്മൾ ഈ വഴി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറിയിട്ട് മാൾ റോഡ് പോണ വഴി. മെഹനു ഇവിടെ കയ്യിലെ ഗ്ലൗസ് ഒക്കെ വരിപ്പോ നോക്കിയേ ഫുൾ മരവിച്ച് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഷിംലയിൽ വരുമ്പോ ഇവിടെ ഏതൊക്കെ സ്ഥലങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാൾ റോഡ് ഉണ്ട്, കുഫ്രി ഉണ്ട്, പിന്നെ ജാക്കു ടെമ്പിൾ ഉണ്ട്. ഇതെല്ലാം ഉണ്ട്. കുഫ്രി എന്ന് പറഞ്ഞാൽ സ്നോ ഏരിയ ആണ്. നിങ്ങൾ സ്നോ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മണാലി പോകുന്നുണ്ടെങ്കിൽ കുഫ്രി പോകേണ്ട ആവശ്യമൊന്നുമില്ല. മാൾ റോഡ് ജസ്റ്റ് കാണാം, എന്നിട്ട് ടോയ് ട്രെയിനൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക. ഇതൊക്കെയും ചെയ്താൽ മതി. ഷിംല വേറൊരു വൈബാണ് കേട്ടോ. എന്താ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറ്, ചപ്പാത്തി, പിന്നെ 2-3 കറികളുണ്ട്. എങ്ങനെയുണ്ട് ഫുഡ് മേനും? നല്ല ചോറ് വെച്ചിട്ട് ഞാൻ ചപ്പാത്തിയാണ് കഴിക്കണേ, വേറെ ഒന്നുമല്ല. സത്യം പറയുകയാണെങ്കിൽ ഇവിടേക്കും ട്രാവൽ ചെയ്യുമ്പോഴേ ഇത് കഴിക്കുമ്പോൾ വയറിന് നല്ലൊരു സുഖം. കാരണം കൂടുതൽ ബുദ്ധിമുട്ടണ്ട ഒന്നുമില്ല. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ചിക്കനും എല്ലാം അടിച്ച് കയറ്റിയിട്ട് പൊറോട്ടയും എല്ലാം അടിച്ച് കയറ്റിയിട്ട് രാവിലെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി നമ്മളിങ്ങനെ മാൾ റോഡ് ലിഫ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാൾ റോഡ് എങ്ങനെ പോകാൻ പറ്റുന്ന 2-3 വഴിയുണ്ട്. ഇവിടുന്ന് ഇങ്ങനെയൊക്കെ കയറി പോവാം, പിന്നെ ലിഫ്റ്റ് വഴി പോവാം. ലിഫ്റ്റ് വഴിയാണ് ഓൾമോസ്റ്റ് ആൾക്കാർ പോവാറ്. ആ ലിഫ്റ്റിന്റെ അവിടെ ബ്ലോക്ക് ഉണ്ട്. ഇവിടെ റോഡൊക്കെ ബ്ലോക്ക് ആയിരിക്കാം. അപ്പൊ എൻ്റെ അടുത്തൊരു പയ്യ പറഞ്ഞു, നിങ്ങൾ അവിടെ പോയി ക്യൂ നിൽക്കണ്ട, നിങ്ങൾ ഇവിടുന്ന് നടന്ന് കയറിപ്പോക്കോ. അവിടെ നിന്ന് ക്യൂ നിന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ഒന്നും കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവിടെ നടന്ന് പടായി. ഇവിടെ സുഖമായിട്ടാണ് ഹരിച്ചാക്കൊക്കെയും കൊണ്ടുപോണേ. എൻ്റെ ഫ്രണ്ടിൽ നോക്കി കൂളായിട്ട് നടന്നു പോണ ആള്. നോക്കി ഫൈനലി നമ്മള് മാൾ റോഡിലേക്ക് എൻട്രാവാൻ നിൽക്കാണ്. അയ്യോ, അപ്പൊ തന്നെ മഴ. അപ്പൊ ആലിപ്പഴം വീണുട്ടാ. കൃത്യം കയറിയപ്പോ തന്നെ ആലിപ്പഴം വീണു. അടിപൊളി. മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഷിംല. ലിഫ്റ്റിൽ വരാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വന്ന് ഇങ്ങനെ പോയി ഈ വഴി ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കയറി പോകുകയാണ് കേട്ടോ. ഈ ബിൽഡിംഗ് കണ്ട, ഈ ബിൽഡിംഗ് കാണുമ്പോൾ തന്നെ ഒരു വിൻറ്റേജ് സെറ്റപ്പായിട്ട് ഫീൽ ചെയ്തേക്കണേ. ഇവിടുത്തെ പോലീസ് ആൾക്കാരെ കാണുമ്പോൾ ഫോറിൻ പോലീസിൻ്റെ പോലത്തെ കോസ്റ്റ്യൂമും കാര്യങ്ങളാണ് ഇട്ടേക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, കാരണം ആ ഡ്രസ്സുകൾ ഇട്ടാലേ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അത്രയും തണുപ്പാണ്. ഇവിടെ അടിവെച്ച് നടന്ന് കയറിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഇന്ത്യൻ ഫ്ലാഗ് ഇങ്ങനെ പോണതാണ്. എന്ത് രസമാണ് നോക്കി, കാറ്റടിച്ച്. ഇന്ത്യൻ ഫ്ലാഗിന് ഒരു പ്രത്യേക ഭംഗിയാട്ടോ. ഈ മാൾ റോഡ് വന്നപ്പോ മെഹനുവിന് എന്താ ഫീൽ ചെയ്തേ? അബ്രോഡ് പോയ പോലെ ഫീൽ ഉണ്ട്. അത് ഇവിടുത്തെ പണ്ടത്തെ ബിൽഡിങ്ങും കാര്യങ്ങളാണ്. അതായത് പണ്ട് വിൻറ്റേജ് സെറ്റപ്പുള്ള ബിൽഡിങ് പണിത് വെച്ചേക്കുന്നതാ. ഇത് അവിടെ ഒരു അടിപൊളി ഒരു പള്ളി ഉണ്ട് കേട്ടോ. പട്ടി ബഹളല്ലോ. ആ പള്ളിയാണ് ഞാൻ പറഞ്ഞേ 3 Idiots സിനിമ ഷൂട്ട് ചെയ്ത പള്ളി. അതാണ് കേട്ടോ. ഈ ഭാഗത്തിലാണ് 3 Idiots സിനിമ ഭാഗങ്ങളെല്ലാം ഷൂട്ട് ചെയ്തത്. ഇതൊരു ഫേമസ് പള്ളിയാണ്. ഇവിടെ ബബിൾസൊക്കെ ഇവിടെ നോക്കി എന്ത് രസമാണ് നോക്കി. അപ്പോൾ അതെ, നമുക്ക് കുറേ ഫോട്ടോസ് ഈ പുള്ളിക്കാരി എടുത്തുന്നുണ്ട്, ഈ ചേച്ചി എടുത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പുള്ളിക്കാരി കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു, കുറേ പേര് എടുത്തിട്ട്. താങ്ക് യു. യുവർ നെയിം? കാജൽ. കിധർ സെ? ഹരിയാന. ഓക്കെ. അടിപൊളി വൈബാണ് കേട്ടോ ഇവിടെ. അവിടെ നോക്കിയേ മൊത്തത്തില് ഫോഗ് മൂടി കിടക്കാണ്. നല്ല മഴ. എല്ലാരും ഈ ഷീറ്റിന്റെ അടിയിൽ വന്ന് ഇരിക്കുകയാണ്. നിങ്ങൾ നോക്കിയേ, കുറച്ച് നേരത്തെ മുമ്പ് അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തന്നില്ലേ. ഒരു ചെറിയ മഴ പെയ്തുള്ളൂ, ഇപ്പൊ പള്ളിയും കാണുന്നില്ല, ഇവിടുത്തെ ആ ബിൽഡിംഗ് കാണുന്നില്ല. അത്രയ്ക്കും ഫോഗ് അയക്കുക. ഞങ്ങളൊരു ഇത് വാങ്ങിച്ചിട്ടുണ്ട്, മാഗ്നറ്റ്. ഷിംല എങ്ങനെയുണ്ട്? എന്നെ ഇഷ്ടപ്പെട്ടോ? അടിപൊളിയായിട്ടാണ്. ഞാൻ മാൾ റോഡ് കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്, പക്ഷെ ഈ ഫീല് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയേക്കണേ. അവിടെ ചെറുതായിട്ടൊക്കെ ഫോഗ് പോയി ആ പള്ളിക്കും കാണാൻ തുടങ്ങി. എന്ത് കിടിലനാന്ന് പറയും. ഒരു മഴ പെയ്തപ്പോഴേക്ക് കാലാവസ്ഥ അങ്ങോട്ട് മാറി, മൊത്തത്തിൽ കോട.
ഒന്നും കാണാൻ പറ്റുന്നില്ല. വേറൊരു ഫീല്, വേറൊരു അനുഭൂതി. എന്ത് തണുപ്പാന്നറിയോ. മേലെ പറ, ഷിംല എങ്ങനെയുണ്ട്? ഷിംല അടിപൊളിയാ, ഇഷ്ടപ്പെട്ടോ? കൊറേ ഇഷ്ടായി. ഇനി വരാൻ ചാൻസ് ഉണ്ടോ? ചാൻസ് ഇല്ല. ഞാൻ സഞ്ചരിച്ച വഴികളെല്ലാം എനിക്ക് മെഹനുവിനെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എൻ്റെ യാത്രകൾ, എൻ്റെ യാത്രാ രീതികൾ, എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാം എനിക്ക് കാണിക്കാൻ പറ്റി. അവരായിട്ട് മെഹനു പരിചയപ്പെട്ടു. മെഹനുവിന് ഹാപ്പിയാണോ? അതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് മെഹനുവിൻ്റെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ. സോളോ യാത്ര വേറെ ഫീലിംഗ് ആണ്, എൻ്റെ ഭാര്യയുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ വേറൊരു ഫീലിംഗ് ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഈ ചാനൽ കൂടി കയറാവുക. ബൈ ബൈ. എല്ലാവർക്കും കാണാം.